ചേച്ചിയെ നിങ്ങളെ കഥകൾ പറഞ്ഞ നിങ്ങളെ കല്യാണക്കഥയും പിന്നെ പണ്ടത്തെ കഥകൾ. എൻ്റെ ജീവിതകഥ ഞാൻ എഴുതി കൊണ്ടുവന്നു. ജീവിത പഴയ കഥകൾ നമ്മൾ കഴിഞ്ഞു പോയത് എഴുതിയിട്ട് കാര്യമില്ല, ഇതിൽ പറയണം. എഴുതി അതിലെങ്ങനെ കാണുന്നു? ആദ്യം എഴുതിയിട്ട് നോക്കണം. നിങ്ങളെ മനസ്സിലില്ലേ തുറന്ന് പറഞ്ഞേ? നിങ്ങളെ മനസ്സിലില്ലേ തുറന്ന് പറഞ്ഞു? കിട്ടണ പറഞ്ഞാൽ മതി. പറഞ്ഞിടി. നിങ്ങൾ ആദ്യത്തെ ദിവസമൊക്കെ പറഞ്ഞു. ആദ്യത്തെ ദിവസം കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പറഞ്ഞൂടി. ഇല്ല. നിങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളെ? പോയത് സ്കൂളിൽ പോയത് വന്നത് ഞാൻ പണിയെടുക്കാത്തത് ഒരു ഇതുമില്ല. എല്ലാത്തിനും ഞാൻ ശമ്പളം വെച്ചു. മുട്ടായി കമ്പനി കരിക്കാട് മഞ്ചേരി അതിന് പോയി. പിന്നെ മില്ല് പോയി, തുണി മില്ലില് നടുവത്ത്. പിന്നെ കാട്ടുമുണ്ട ഒരു ഇതിൽ പോയി, അത് പണിയായിരുന്നു ബുക്കിൻ്റെ അങ്ങനെ. പിന്നെ മരുന്നും കടയിൽ പോയി. മരുന്നിൻ്റെ ഇംഗ്ലീഷ് മരുന്ന് അല്ല, ആയുർവേദിക്. പിന്നെ മുട്ടായി കമ്പനിയിൽ കടല മുട്ടായി ഉണ്ടാക്കണതും എണ്ണ മുട്ടായി ഉണ്ടാക്കണം. അന്നൊക്കെ എത്ര ശമ്പളം കിട്ടി? ശമ്പളം കുറവേനു, 60 രൂപ ദിവസം അന്നത്തെ കാലത്ത്. എത്ര കൊല്ലം മുന്നേ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതിന് ഏത് വർഷത്തിലേക്കാരം? നിങ്ങൾ കല്യാണം എത്രയിലേനി? കല്യാണം എത്രയിലാന്ന് അറിയില്ല? ഏത് വർഷത്തിലാണ്? 29 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങൾ സ്നേഹിച്ചിങ്ങാണ്ട കല്യാണം വെച്ചതോ? എൻ്റെ അച്ഛനൊക്കെ ഉണ്ട്. ഇന്ന് ഞാനിങ്ങനെ മരിച്ചു പോയി. അമ്മ ഇപ്പം ഉണ്ടോ? എത്ര വയസ്സ് കഴിക്കണം അമ്മക്ക്? അമ്മയ്ക്ക് 76. നിങ്ങളാ വല്യുട്ടി? അച്ഛൻ ഫോറസ്റ്റ്. ആ ജോലി ആങ്ങളയ്ക്ക് കിട്ടി. അമ്മയ്ക്ക് പെൻഷൻ പണം ഉണ്ട്. എന്നാലും നമുക്ക് അതിന് പാടം കൃഷി കൊണ്ടുവന്നു. നിങ്ങളെ ഭർത്താവിന് എന്തെങ്കിലും ജോലി? വൈദ്യരിലെ സ്വന്തം കട. 4 ആണുങ്ങൾ പണിക്കുന്നു ഞങ്ങളുടെ കടയിൽ. എന്നെ കൊണ്ടുപോകുന്നതിന് മുന്നേ പോലീസ് തന്നെയാണ് മുന്നേറ്റം. പൈസ ഒറ്റ തടിയല്ലേ, പൈസ ആരാ കൂട്ടുകൂടും. പിന്നെ എങ്ങനെ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ആയത്? എങ്ങനെ? പിന്നെ ഓരോ തലവിധിയല്ലേ. നമ്മളെ മണ്ടപ്പം എനിക്കിപ്പോൾ നല്ലതാണെങ്കിൽ എൻ്റെ ഇതിപ്പോൾ കൊണ്ടുപോയി വീട്ടിൽ നല്ലതാണെങ്കിൽ പിന്നെ ഇത് ചെന്നിട്ടാണ് നമുക്കൊരു ഇങ്ങനെ വരച്ചത് ഇങ്ങനെ പോയാൽ പോയില്ല. അങ്ങനെ ഉണ്ണേട്ടൻ തന്നെ പറയല്ലോ, ഇത് വന്നുകൊണ്ട് കൂട്ടിയിട്ടാണ് എൻ്റെ കച്ചവടം തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞോ? അമ്പളന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഇടങ്ങാറല്ലേ. നമുക്ക് പൈസ ഉള്ള കാലത്ത് പിന്നെ അമ്പള ഇതല്ലേ. ഇപ്പം നോക്കിയാൽ 10 പൈസ അല്ലാതെ ഈ പെൻഷപ്പണം കിട്ടും. ഇനി അടുത്ത് അത് ഗുളിക വാങ്ങാനും മരുന്ന് വാങ്ങാനും പിന്നെ എല്ലാ ചിലവും ഞാനല്ലേ. ഇപ്പം ആളെ കൊണ്ടല്ലേ മൂപ്പര് കഴിയണില്ലേ? അപ്പം നിങ്ങളെ തലവിധി ഇല്ല എന്ന് പറഞ്ഞ ആളെ ഇതിലാണ് ഇപ്പോൾ കഴിയണല്ലേ? നിങ്ങൾക്ക് പണ്ടൊക്കെ പണ്ടം 7 പവൻ ഒരു മുല്ലമുട്ട്. എൻ്റെ കല്യാണമാലയിലുണ്ടാകും. എൻ്റെ കല്യാണം ഫോട്ടോ വീട്ടിലാണ് കല്യാണം. അന്നൊക്കെ മുല്ലമുട്ട് മതിയാണ്. മുല്ലമുട്ട് പാദസരം അതേപോലെ മുല്ലമുട്ട്. പിന്നെ ഉലുവച്ചയിൽ അതിന് വലിയൊരു ലോക്കറ്റ്
അതിന് പോയി കണ്ണിന്റെ ഭാഗത്തിലൊക്കെ ആ ഇത്ര വട്ടത്തിൽ ആ അതിൻ്റെ ഉള്ളിലൊരു പൂവ് ഇട്ട് ഒരു മാസം ഒരാഴ്ച നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും കൊണ്ടുപോയില്ലേ ആര് വളയം വയ്ക്കാൻ. ഇവിടെ കടണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോയി വീട്ടില് ബസ് ലോൺ എടുത്തിട്ട് ഓർക്ക് കടം വിട്ട് എൻ്റെ പണ്ടങ്ങൾ അയച്ചെടുത്തു. എൻ്റെ എത്തിയമ്മ പറയാ പണ്ടല്ല ബിന്ദു വലുത് സ്നേഹം. കരഞ്ഞിട്ട് ഞാൻ ആ പണ്ടം മുതലും കുട്ടികളെ അല്ല കല്യാണം നടത്തി തന്നതും സ്കൂളിലേക്ക് പോണ അതൊക്കെ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകനാണ് കല്യാണം നടത്തി തന്നു. അതിൻ്റെ പയ്യനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ജീവിതം. 7 വള ഉണ്ടായിരുന്നു, 10 മോതിരം, 10 ഇത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഇങ്ങനെ 10 മോതിരം. അല്ല ഇനി എടുക്കുമ്പോൾ അങ്ങനെ എടുത്തു. രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടാൽ മതി. ഇത് ഇത് 1 2 പറഞ്ഞുകൊണ്ട് ഇട്ടാൽ മതി. എന്നിട്ടേക്കാനായിട്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഉണ്ട്. ലവ് സ്റ്റോറിയൊക്കെ പറയില്ലേ, ഒന്നായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1 പാർട്ട് അപ്പോൾ 2 പാർട്ട്. ഇതൊക്കെയാണ് ചേച്ചിൻ്റെ കഥകൾ. ഇനിയുണ്ട് കുറേ അല്ലേ, ഇനി നമുക്ക് അടുത്തിൽ പറയാം അല്ലേ. ഇനിയുണ്ട് കുറേ കഥകൾ നിങ്ങൾക്ക്, ഇനി അടുത്തിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ മൈൻഡപ്പ് ചെയ്യാണ്.